നമ്മൾക്കേവർക്കും പ്രിയങ്കരനായ, ലോകമെമ്പാടുമുള്ള മലയാളികൾ കാതോർക്കുന്ന പ്രിയങ്കരനായ എം.എൻ. കാരശ്ശേരി മാഷെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഹരിഗോവിന്ദൻ, സുധീർ നായർ, പ്രദീപ്, ലാവ്ലിൻ, ജയശങ്കർ, പ്രസാദ്, സുഹൃത്തുക്കളെ, ഏറ്റവും അധികം മലയാളികൾ അധിവസിക്കുന്ന നഗരം ഏതാണ് എന്ന ചോദ്യത്തിന് ആളുകൾ പറയാനിടയുള്ള മറുപടി എറണാകുളം എന്നായിരിക്കും. പക്ഷേ എൻ്റെ തോന്നല് അത് മുംബൈ ആണ്. മൂന്നാല് തലമുറക്കാലമായി ഇവിടെ മലയാളികൾ കുടിയേറാൻ തുടങ്ങിയിട്ട് കേരളം കാണാത്ത, മലയാളം കൃത്യമായി പഠിച്ചിട്ടില്ലാത്ത മലയാളികൾ കൂടി ഉൾപ്പെട്ട ഒരു സമൂഹത്തെയാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. അപ്പോ ഇങ്ങനൊരു പരിപാടിയെപ്പറ്റി ഹരിഗോവിന്ദൻ പറഞ്ഞു കേട്ടപ്പോ സത്യമായിട്ടും എൻ്റെ എല്ലാ മറ്റ് പണികളും തിരക്കുകളും മാറ്റിവെച്ച് ഞാനതിൽ പങ്കെടുക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ കേരളീയ സംസ്കാരത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പണി ഈ പാട്ടോളത്തിലൂടെ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആരുടേതാണ് പാട്ട്, ആരുടേതാണ് ആട്ടം, ആരുടേതാണ് ഭാഷ, ആരുടേതാണ് സംസ്കാരം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ ചോദ്യങ്ങളാണ്. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ ചോദ്യങ്ങളാണ് എന്ന് സ്വയം തീരെ തിരിച്ചറിയാതെയാണ് ഞരളത്ത് രാമപൊതുവാള് ആ പണി എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ അദ്ദേഹത്തെ പലവട്ടം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ മലയാള വിഭാഗത്തിൽ അദ്ദേഹം ഒന്നിലധികം തവണ വന്നിട്ടുണ്ട്. ആ മലയാള വിഭാഗത്തിലാണ് വന്നത്. ഇത് കാലിക്കറ്റ് സർവകലാശാലയാണ്, ഇതൊക്കെ വലിയ കാര്യമാണ് എന്നൊക്കെ അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന് മുമ്പിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നു, അത് പാട്ടാണ്. ഈ തരത്തിലുള്ള സമർപ്പിത ചേതസ്സായിട്ട് പണിയെടുത്ത ആളുകൾ നമ്മുടെ നാട്ടിലല്ല, ലോകത്തെവിടെയും കുറവായിരിക്കും. MT ഒരു പ്രസംഗത്തിൽ രാമപൊതുവാളെ പറ്റി പറഞ്ഞൊരു കാര്യം ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. അപ്പൊ അവരൊരു ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പാടാൻ പറഞ്ഞു. അപ്പോൾ വിളക്ക് കത്തിച്ചു വെച്ചു, അദ്ദേഹം പാടി. ഈ ഡോക്യുമെന്റേഷന്റെ പണിയെടുക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ള ലെങ്ത് അവരെടുത്തു കഴിഞ്ഞു. അവര് ലൈറ്റ് ഓഫാക്കി, ക്യാമറ ഓഫാക്കി. അപ്പോ അവർക്ക് നിർത്തിക്കോളൂ എന്ന് ഉള്ള ആംഗ്യങ്ങളൊക്കെ കാണിച്ചു. അദ്ദേഹം ശ്രദ്ധിക്കില്ല, അദ്ദേഹം അങ്ങനെ പാടി. ഒരു ഗ്രൂപ്പ് പോയി. അപ്പൊ MT ഇദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് അവിടെ പുറത്ത് കാത്തു നിന്നു. ആളൊക്കെ പോയി. അപ്പൊ MT ചോദിച്ചു, പൊതുവാൾ എന്തിനാ ഇത്ര നേരം, പിന്നെ 2-3 മണിക്കൂർ പാടിയല്ലോ, അവിടെ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ അതേ വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞു, അമ്മ കേൾക്കുമല്ലോ. കാരണം അവിടെ ദേവിയുടെ പ്രതിഷ്ഠയാണ്, അതിന് മുമ്പിലാ പാടുന്നത്. അപ്പോ ഈ തരത്തില് ലൗകികമായ അനവധി സംഗതികളെ അവഗണിച്ചുകൊണ്ട് യഥാർത്ഥ കലാകാരന്മാർ പെരുമാറുന്ന അവസരം അവിടെയുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മാപ്പിളപ്പാട്ടുകാരനുണ്ട്, നാലകത്ത് ഖാസിം. അദ്ദേഹത്തിന് വേറെ ഒന്നും വേണ്ട, പാടിയാൽ മതി. അപ്പോ അദ്ദേഹത്തിന്റെ പേരിനെ നിലനിർത്തുക എന്നുള്ളത് ഹരിഗോവിന്ദന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ മലയാളികളുടെ പൊതുവുള്ള ഉത്തരവാദിത്തമാണ്. അതിൻ്റെ മുൻപിൽ ഹരിഗോവിന്ദൻ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊരു പ്രചോദനമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ മലയാളികൾക്കും വേണ്ടി ഈ സന്ദർഭത്തിൽ ഹരിഗോവിന്ദന് ബഹുമാനം പറയുന്നു. അങ്ങനെയാണ് സോഫോക്ലിസ് പറഞ്ഞത്, ഗ്രീക്ക് നാടക ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും മഹാനായ എഴുത്തുകാരൻ. അദ്ദേഹം 3 നാടകങ്ങൾ ഈഡിപ്പസിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. ഈഡിപ്പസ് റെക്സ്,
ഈഡിപ്പസ് എറ്റ് കൊളോണസ് ആന്റിഗണി. ആന്റിഗണി ആരാണ് എന്ന് ചോദിച്ചാൽ, അബദ്ധവശാൽ ഈഡിപ്പസിന് സ്വന്തം അമ്മയിൽ പിറന്ന മകളാണ്. അങ്ങനെ അറിയാതെ പറ്റിയതാ. അത് മകളാണോ സഹോദരിയാണോ സംശയം. ഈഡിപ്പസ് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ഘട്ടത്തിൽ, ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല, ആന്റിഗണി സ്വന്തം അനുജത്തി ഇസ്മേനയോട് പറയുന്നുണ്ട്, ആന്റിഗണി, മരിച്ചുപോയവരോട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോടുള്ളതിലധികം കടപ്പാടുണ്ട്. ഞാൻ ആ വാക്യം ആവർത്തിക്കുന്നു, മരിച്ചുപോയവരോട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോടുള്ളതിലധികം കടപ്പാടുണ്ട്. ആ കടപ്പാട് തിരിച്ചറിയുന്നു എന്നത് കേരളത്ത് കലാശ്രമത്തിൻ്റെയും ഇവിടുത്തെ വൈഖരിയുടെയും ഒരു നേട്ടമാണ്. അതിന് ഞാൻ അവരെ അനുമോദിക്കുന്നു. ഇത്തരം പണികളുടെ ഒരു അടിസ്ഥാന ധാരയായിട്ട് ഇരിക്കുന്നത് സോപാന സംഗീതത്തിൻ്റെ പ്രചോദനമാണ്. സോപാന സംഗീതത്തെപ്പറ്റി ഞരളത്ത് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം സ്വയം തിരിച്ചറിയാതെ പറയുന്നതാണിത്. അദ്ദേഹത്തിന് എന്ത് ലൗകിക, അദ്ദേഹം പറയുന്നുണ്ട്, അതിനകത്ത് രാജാക്കന്മാരെ വാഴ്ത്തുന്ന യാതൊന്നുമില്ല, അവരെ സ്തുതിക്കുന്ന യാതൊന്നുമില്ല. ഇന്ന് ആലോചിക്കുക, പണക്കാരെ, അധികാരികളെ, നേതാക്കന്മാരെ, മുഖ്യമന്ത്രിയെ, MP-മാരെ വാഴ്ത്താൻ വേണ്ടിയാണ് പരിപാടികൾ. സോപാനത്തിൽ ഉള്ളത് ദേവസ്തുതികൾ മാത്രം. നമ്മൾ അഭിമാനത്തോടെ ഓർക്കേണ്ടതാണ്, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച നമ്മുടെ കവി എഴുത്തച്ഛൻ ഒരു രാജാവിനെയും പുകഴ്ത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കഥാപാത്രമായി വന്ന രാജാവുണ്ട്, അത് രാജാവ് എന്ന കണക്കിലല്ല, അത് വിഷ്ണുവിന്റെ അവതാരം എന്ന കണക്കിലാണ് അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ സ്തുതിച്ചത്. ആരായിരുന്നു എഴുത്തച്ഛന് പുരസ്കർത്താവായത്? രാജാവ്. നമുക്ക് അറിഞ്ഞുകൂടാ, എഴുത്തച്ഛന്റെ പേര് പോലും നമുക്കറിയില്ല. പൂന്താനത്തിന്റെ കൃതികളിലേക്ക് പോവുക, അവിടെ അങ്ങനെ പരിപാടിയില്ല. പൂന്താനത്തിന്റെ രചനകൾ വളരെ സ്വാഭാവികമായി ഞരളത്തിന്റെ ആലാപനത്തിൽ വന്നിട്ടുണ്ട് എന്ന് ഓർമ്മിക്കുക. കാരണം ലൗകികമായ നേട്ടത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി തൻ്റെ കലയെ ചീത്തയാക്കുന്ന ഒരു പണി, കളങ്കപ്പെടുത്തുന്ന ഒരു പണി നമ്മുടെ പ്രധാനപ്പെട്ട കലാകാരന്മാരാരും എടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെയധികം അഭിമാനം തരുന്ന ഒന്നാണ്. പിന്നെ നമ്മൾ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, സ്ത്രീകൾക്ക് എന്തൊക്കെ അനുവദിക്കപ്പെടാം, അവർക്ക് എന്തിനൊക്കെ സൗകര്യമുണ്ട്. ഇടയ്ക്കവാദനം, സോപാന ആലാപനം സ്ത്രീക്ക് എന്തുകൊണ്ടും അർഹതയുള്ളതാണ് എന്ന് ഞരളത്ത് പറയും. എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തിൽ ഒരു വരി ഞാൻ പറയാം. ഒരു വരി, ആർക്കൊക്കെയാണ് ഹരിനാമകീർത്തനം പാടാൻ സ്വാതന്ത്ര്യമുള്ളത്, ആർക്കൊക്കെയാണ് ദൈവികാനുഭവത്തിന് അനുവാദമുള്ളത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഋതുവായ പെണ്ണിനും. ഇന്നിപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന കാര്യം അവിടെ, എവിടെ? കേരളത്തിൽ. ഇവിടെയും ചർച്ച ചെയ്യുന്നുണ്ടാവും, മലയാളികളുണ്ടല്ലോ. അപ്പോൾ ഒരു പെണ്ണിനെ എങ്ങനെയാണ് നമ്മൾ മാറ്റി നിർത്തിയത് എന്ന് 16-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഭാഷയുടെ പിതാവായി നമ്മൾ ആദരിക്കുന്ന എഴുത്തച്ഛൻ പറയാണ്, ഋതുവായ പെണ്ണിനും ഇരപ്പനും എന്ന് പറയും. ഇരപ്പൻ എന്ന് പറഞ്ഞാൽ യാചകൻ. സ്ത്രീ പുരുഷ ഭേദം തിരിയാത്ത, രാജാവെന്നോ പ്രജയെന്നോ ഉള്ള ഭേദം തിരിയാത്ത ഒരു ആത്മീയ അനുഭവമായിട്ടാണ് സംഗീതം വരുന്നത്. ഇപ്പോൾ ഇവരുടെ പാട്ടോളത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായിട്ട് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വളരെയധികം ഹൃദയസ്പർശകമായിട്ട് തോന്നി. അതിൽ പറഞ്ഞത് മതാതീതമായ ആത്മീയത എന്നാണ്. മതാതീതമായ ആത്മീയത. അപ്പോൾ ആളുകൾക്ക് വലിയ പ്രശ്നമാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെതല്ലേ, മതവിരുദ്ധമായി, മതരഹിതമായി, മതാതീതമായി ഒരു ആത്മീയത സാധ്യമാണോ? അപ്പം നമുക്കൊരു പ്രശ്നം വരും. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ? ഞാനത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഭൗതികമായ
ഐഹികമായ ഇഹലോകത്തെ നേട്ടത്തിന് വേണ്ടിയോ പരലോകത്തെ നേട്ടത്തിന് വേണ്ടിയോ പരലോകത്തെ ക്ഷേമത്തിന് വേണ്ടിയോ നിങ്ങൾ എന്ത് ചെയ്യുന്നതും നമ്മൾ എന്ത് ചെയ്യുന്നതും ഭൗതികമാണ്. അങ്ങനെ ഒരു നേട്ടത്തിനും വേണ്ടിയല്ലാതെ, ഒരു സ്വാർത്ഥത്തിനും വേണ്ടിയല്ലാതെ, ഒരു ലാഭത്തിനും വേണ്ടിയല്ലാതെ അന്യർക്ക് വേണ്ടി, മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ടി, മറ്റ് സമൂഹങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നതും ആത്മീയമാണ്. സ്വാർത്ഥം വരുന്നതോടുകൂടി ഏത് ആത്മീയമായ ആട്ടുംതോലും എളുപ്പത്തിൽ ഒരു ചെന്നായിയായിട്ട് രൂപം മാറും. ഇന്നിപ്പോ മതം എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത്, സംഗീതം എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നതൊക്കെ അധികാരം നേടാൻ വേണ്ടിയോ, നേടിയ അധികാരം നിലനിർത്താൻ വേണ്ടിയോ, പണം നേടാൻ വേണ്ടിയോ, പ്രസിദ്ധി നേടാൻ വേണ്ടിയോ ഉപയോഗിക്കുന്ന ഒരു ഘട്ടം നമ്മൾ കാണുകയാണ്. അപ്പോ ജീവജാലങ്ങൾ എവിടെ സങ്കടപ്പെടുന്നു അവിടെ രാമൻ വിലപിക്കുന്നു എന്ന് വാൽമീകി പറയും. ആ രാമന്റെ പേരിൽ നിങ്ങൾക്ക് ആളുകളെ ഉപദ്രവിക്കാൻ സാധിക്കും എന്ന് വന്നാൽ പിന്നെ എന്ത് ബാക്കിയുണ്ടെന്ന് ആലോചിച്ചു. വേറെന്ത് ബാക്കിയുണ്ട്? വേറെ എന്ത് ബാക്കിയുണ്ടാവുന്ന ആലോചിച്ചു. അപ്പോ ഇങ്ങനെ ഗാന്ധി ആത്മീയതയെ അതിമനോഹരമായി നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അവനവന്റെ അപ്പം അന്വേഷിക്കുന്നത് ഭൗതികത, അന്യന്റെ അപ്പം അന്വേഷിക്കുന്നത് ആത്മീയത. കഴിഞ്ഞു. അതിന് വേറെ നിർവചനങ്ങൾ വേണ്ട. കാരണം മതം ഉള്ളത് കൊണ്ട് ആത്മീയത ഉണ്ടാവാം എന്നില്ല, മതം ഇല്ലാത്തത് കൊണ്ട് ആത്മീയത ഇല്ലാതാവാം എന്നില്ല, മതം ഉണ്ടായത് കൊണ്ട് ആത്മീയത ഉണ്ടാവുകയില്ല എന്നുമില്ല. മതവും ആത്മീയതയും തമ്മിൽ അങ്ങനെ തീർത്താൽ തീരാത്ത ബന്ധങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആത്മീയതയുള്ള ഒരാളായിട്ട് ഞാൻ കാണുന്ന ഒരാളുടെ പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അദ്ദേഹത്തിന്റെ പേര് കാറൽ മാർക്സ്. അദ്ദേഹം ദൈവത്തിലോ മതത്തിലോ വിശ്വസിച്ചിട്ടില്ല, ഒരു മതവും അനുഷ്ഠിച്ചിട്ടില്ല. അദ്ദേഹം ജന്മന ഒരു യഹൂദ കുടുംബത്തിൽ പിറന്ന ആളാണ്. ആ കുടുംബം ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയിരുന്നു. പിന്നെ അദ്ദേഹം ഒരു മതം ഇല്ലാതെ ജീവിച്ചു. അദ്ദേഹം ജനിച്ചത് ജർമ്മനിയിലാണ്, മരിച്ചത് ലണ്ടനിലാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എവിടെയാണ് ആത്മീയത? മഹാബുദ്ധിമാനായിരുന്നു മാർക്സ്, മഹാബുദ്ധിമാൻ. അദ്ദേഹത്തിന് എക്കണോമിക്സിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD ഉണ്ട്. ആ ഗവേഷണം നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു റിലീഫിന് വേണ്ടി, റിലാക്സേഷന് വേണ്ടി അദ്ദേഹം ചെയ്തിരുന്നത് മാത്സിൽ ഗവേഷണം നടത്തുക. അങ്ങനെ അദ്ദേഹം ജോലി ചെയ്യുന്നു, പുസ്തകം എഴുതുന്നു, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നു. അത് കഴിഞ്ഞ് ദാസ് ക്യാപിറ്റൽ, മൂലധനം. അപ്പൊ ഈ സമയത്തൊക്കെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ജീവിക്കാൻ മാർഗമല്ല, ജോലിക്കൊന്നും പോകുന്നില്ല. വളരെ കോടീശ്വരിയായ ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം പ്രേമിച്ചത്. പക്ഷേ ആ വകയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കാശും കിട്ടിയിട്ടില്ല, അവിടുന്ന് ഒരു സഹായം കിട്ടിയില്ല. N.E. മാർക്സിന് 7 കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിച്ചു. നട്ട ദാരിദ്ര്യം. ഇതിൻ്റെ ഇടയ്ക്ക് മാർക്സ് അവിടുത്തെ സഹി കെട്ടപ്പോൾ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ഒരു കത്തയച്ചു, ഒരു അപ്ലിക്കേഷൻ. എന്താണ്? എനിക്ക് ഇന്ന യോഗ്യതകളൊക്കെ ഉണ്ട്, ഇന്ന പരീക്ഷകളൊക്കെ പാസ്സായിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ എന്നെ ഒരു ജോലിക്ക് എടുത്താൽ കൊള്ളാം, ഞാൻ എവിടെ വന്ന് ഇന്റർവ്യൂവിന് വരാം എന്നൊക്കെ പറഞ്ഞു. ജെന്നി അറിഞ്ഞിട്ടില്ല അത്. അപ്പൊ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് മറുപടി അയക്കുന്ന ഒരു കമ്പി അടിച്ചു. എന്താ കമ്പി? കം ആൻഡ് ജോയിൻ അസ്, വന്ന് അവിടെ ജോലി ചേർന്നോളൂ. കാരണം ഇത്ര യോഗ്യതയുള്ള ഒരാളല്ലേ. അപ്പൊ അകത്തെന്തോ ഭക്ഷണം പാകം ചെയ്യുന്ന ജെന്നിയുടെ അടുത്തേക്ക് വളരെ ഉത്സാഹത്തോടുകൂടി മാർക്സ് ചെല്ലുകയാണ്. എന്താ, നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീർന്ന് എനിക്ക് ജോലി കിട്ടി. ജെന്നി വേണോ നോക്കട്ടെ. അത് വലിച്ചിട്ട് അടുപ്പിലിട്ടിട്ട് ജെന്നി പറഞ്ഞു, പോയിരുന്ന് എഴുതും. എംഗൽസ് എന്ന പണക്കാരനായ ഒരു സുഹൃത്തുണ്ടായിരുന്നില്ലെങ്കിൽ മാർക്സിന്റെ ജീവിതം, കുടുംബജീവിതം അങ്ങേയറ്റം ദുരിതമായി പോവുകയായിരുന്നു. എന്തിനാണ് മാർക്സ് ആ തരത്തിൽ ഒരു ത്യാഗം അനുഭവം ചോദിച്ചാൽ ഞാൻ പറയും, അതിനാണ് ആത്മീയത എന്ന് പറയാം. അദ്ദേഹത്തിന് അതിന് പരലോകം കിട്ടും? ഒന്നും കിട്ടില്ല. കാരണം അദ്ദേഹത്തിന് പരലോകം ഇല്ലല്ലോ. അദ്ദേഹത്തിന് സ്വർഗം കിട്ടാനില്ല, അദ്ദേഹത്തിന് അത് രേഖപ്പെടുത്താൻ മാലാഖമാരിൽ ഒന്നുമില്ല. അപ്പോ അങ്ങനെ അവനവന്റെ ക്ഷേമത്തെക്കാൾ, അവനവന്റെ ഭോഗത്തെക്കാൾ, അവനവന്റെ സുഖത്തെക്കാൾ വേറെ ഒരാളുടെ സുഖം, വേറെ ഒരാളുടെ ക്ഷേമം, വേറെ ഒരാളുടെ പ്രശ്നം എൻ്റെ പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്ന ഒരു അനുഭവത്തെയാണ് ആത്മീയത എന്ന് പറയാം. നിങ്ങൾ ക്രിസ്തുവിൽ ഇത് കാണുന്നു, ബുദ്ധനിൽ കാണുന്നു, ഗാന്ധിയിൽ കാണുന്നു, അറിയപ്പെടാത്ത എത്രയോ ആയിരം ആളുകളിൽ അതിൻ്റെ
അളവ് കൂടിയോ കുറഞ്ഞോ ഇരിക്കും, പക്ഷെ നമ്മളത് കാണുന്നുണ്ട്. ഒന്നുമില്ല, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ രോഗിയായ, വൃദ്ധനായ, അല്ലെങ്കിൽ ഒരു കുട്ടിയെടുത്ത ഒരാളുണ്ട്, ഞാൻ അയക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാം എന്ന് വേറെ ആരും കാണാനും രേഖപ്പെടുത്താനില്ലാത്തപ്പോൾ ഒരാൾ വിചാരിക്കുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ അംശമായിരിക്കും. അതിൻ്റെ വലിയ വലിയ അംശങ്ങളെ പറ്റിയാണ് നമ്മൾ ശ്രീബുദ്ധൻ എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ മതാതീതമായ ആത്മീയതയെ ആവിഷ്കരിക്കാൻ ഏറ്റവും നല്ല കലാരൂപം സംഗീതമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഈ തരത്തിലുള്ള വികാരങ്ങൾക്ക് ഉണർത്തിയത് ആരാണ്? അവരൊക്കെ ഗാന്ധിയാണെങ്കിലും ടാഗോർ ആണെങ്കിലും ആ തരത്തിലുള്ള അനവധി ആളുകൾ, ഞാൻ ഒരുപാട് പേരുകൾ പറഞ്ഞു ബുദ്ധിമുട്ടി. നിങ്ങൾ ഓർത്ത ദേശീയ പ്രസ്ഥാന കാലത്തൊക്കെ എങ്ങനെയാണ് ആളുകൾ അത്ഭുതമായിട്ട് NV കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ കവിതയിൽ പറയും, ഈ കോടിക്കണക്കിന് ആളുകളുടെ ഈ രാജ്യം എങ്ങനെയാണ് ഒറ്റ മനുഷ്യൻ പോലെ എഴുന്നേറ്റത് ഞാൻ കണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ നമ്മൾ ഒരു വലിയ ആദർശത്തിന് വേണ്ടി, ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി, ഒരു വലിയ ആശയത്തിന് വേണ്ടി, അങ്ങനെ നമുക്ക് സാധാരണ മനുഷ്യർക്ക് വെടികൊള്ളാനും, ജയിലിൽ കിടക്കാനും, പട്ടിണി കിടക്കാനും, ജോലി ഉപേക്ഷിക്കാനും, പഠിപ്പ് ഉപേക്ഷിക്കാനും, കുടുംബം ഉപേക്ഷിക്കാനും, ജീവിതത്തിന്റെ എല്ലാ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് ത്യാഗികളായി മാറാൻ പറ്റും എന്ന് കാണിച്ചെടുത്ത് ആ ആത്മീയതയാണ് വന്നത്. രാഷ്ട്രത്തിന് വേണ്ടി, ഒരു പാർട്ടിക്ക് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പോരാടുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഈ ആത്മീയതയാണ്. ചില ആളുകൾ ആ ആത്മീയതയെ ഏതെങ്കിലും ദൈവത്തോടോ മതത്തോടോ പ്രവാചകനോടോ അവതാരത്തോടോ ബന്ധിപ്പിക്കുന്നുണ്ടാവും. അതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ ബന്ധിപ്പിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ആവശ്യമുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മളത് കാണിച്ചു, 40കളിലൂടെ നമ്മളത് കാണിച്ചു. നമ്മുടെ ഈ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആവശ്യമായിരുന്ന ഒരു സാധനം മതസൗഹാർദ്ദമാണ്. അന്ന് ഉപയോഗിക്കാത്തൊരു വാക്കാണ് ഇന്ന് ഞാൻ പറയുന്നത്, മതേതരത്വം, സെക്കുലറിസം. സെക്കുലർ എന്ന വാക്കിനർത്ഥം ലൗകികം എന്നാണ്. രാഷ്ട്രീയത്തിൽ അതിനെതിരായിട്ടൊരു വാക്ക് സീക്രട്ട് എന്നാണ്, വിശുദ്ധമായത്. വിശുദ്ധമായതൊന്നുമില്ല. ആരെയും വിമർശിക്കാം, എന്തിനേയും മാറ്റിപ്പണിയാം, ഏതാചാരവും ലംഘിക്കാം. അങ്ങനെ ഇവിടെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ, മനുഷ്യന്റെ അന്തസ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ തരത്തിലുള്ള മതസൗഹാർദ്ദം വാസ്തവത്തിൽ അതിന്റെ അടിസ്ഥാനം എൻ്റെ കണക്കിന് 1860 ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ പീനൽ കോഡാണ്. കാരണം ജാതിയോ മതമോ കണക്കാക്കാതെ ശിക്ഷാ നിയമത്തിന് മുമ്പിൽ എല്ലാ ഇന്ത്യക്കാരും തുല്യരാണ് എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്നത് ഇംഗ്ലീഷുകാരാണ്. അതിനു മുമ്പ് ആരാണോ പ്രതി, അയാളുടെ ജാത്യാചാരം, അയാളുടെ മതാനുഷ്ഠാനം, അയാളുടെ മതനിയമം, വേദഗ്രന്ഥം അനുസരിച്ചാണ് ഇവിടെ ശിക്ഷ കൽപ്പിച്ചിരുന്നത്. അത് പോയി. അപ്പോ കട്ടാൽ കട്ടവന്റെ കൈ വെട്ടണം എന്ന് ഖുർആനിലുണ്ട്, കട്ടവന്റെ കൈ വെട്ടണം എന്ന് മനുസ്മൃതിയിലുണ്ട്. അങ്ങനെ കൈ വെട്ടുകയില്ല. ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും? അവര് ശിക്ഷിക്കും, ഒന്നുകിൽ തടവ്, അല്ലെങ്കിൽ പിഴ, അല്ലെങ്കിൽ രണ്ടും കൂടി കൂടിയിട്ട് കഴിഞ്ഞു. വേറെ ഒരു സാധനം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, അതിന്റെ ഒരു സംഗീതം. നമ്മുടെ ജനങ്ങളെ ഒരുമിപ്പിച്ചത്, ഇന്നും ഏറ്റവും അധികം ഒരുമിപ്പിക്കുന്ന സാധനം സംഗീതമാണ്. അതിൽ വളരെ പ്രധാനമാണ്, നിങ്ങളാ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഹിന്ദുസ്ഥാനി സംഗീതം. ഞാൻ ഒറ്റ പേര് പറയാം, ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. അദ്ദേഹം കാശി വിശ്വനാഥന്റെ ക്ഷേത്രത്തിൽ ഷഹനായി വായിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോ ഒറ്റ കാര്യമാണ്, കലകൾക്ക് ഈ അതിരുകളൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ ഇന്ന ജാതിയാണ്, മറ്റേ മതമാണ്, മറ്റേ ഉപവിഭാഗമാണ്, മറ്റേ ഉൾവിഭാഗമാണ്, ഒരാൾ മേലെയാണ്, ഒരാൾ താഴെയാണ് തുടങ്ങിയുള്ള ഈ തരത്തിലുള്ള എല്ലാ മേൽകീഴുകളും വിസ്മരിക്കുകയും വിസ്മരിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കല എന്ന് പറയുന്നത് സംഗീതമാണ്. നമ്മുടെ നാട്ടില് സമുദായ മൈത്രി, സത്യത്തിൽ നമ്മുടെ സെക്കുലറിസം, നമ്മുടെ മതേതര ജീവിതം സാധ്യമാക്കുന്നതിൽ വലിയ പങ്കാണ് സംഗീതത്തിനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് റഫി പാടുമ്പോൾ പാകിസ്ഥാനിൽ ഒരുത്തിന് വിചാരിക്കാൻ പറ്റുമോ ഇവൻ ഇന്ത്യക്കാരനാണ് എന്ന സംഗതി? നൂർജഹാൻ പാടുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റുമോ ഒരു പാകിസ്ഥാൻ പെണ്ണിന്റെ പാട്ട് ഞാൻ കേൾക്കുന്നില്ല? ഈ പാകിസ്ഥാനാണ്, ഇന്ത്യയാണ്, മുസ്ലിമാണ്, ഹിന്ദുവാണ്, സിഖാണ് തുടങ്ങിയുള്ള എല്ലാ അതിർവരമ്പുകളും മായ്ച്ചുകൊണ്ട് നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തിയ പ്രധാനപ്പെട്ട സാധനം സംഗീതമാണ്. പിൽക്കാലത്ത് നമ്മളത് സിനിമയിൽ അനുഭവിച്ചു. റഫി പാടുന്നു, ലത പാടുന്നു, പിന്നെ തലത് മഹമ്മൂദ് പാടുന്നു. ഹിന്ദുസ്ഥാനി എന്നുള്ളത് ആ തരത്തിലുള്ള കേട്ടോ. ഗാന്ധി പറഞ്ഞത് ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ആവേണ്ടത് ഹിന്ദുസ്ഥാനിയാണെന്ന്.
കാരണം അതിൽ രണ്ടിൻ്റെയും മിശ്രമുണ്ട് എന്നാണ് ഗാന്ധി കണ്ടത്. ഹിന്ദിയുടെയും ഉറുദുവിൻ്റെയും മിശ്രത്തെയാണ് നമ്മൾ ഹിന്ദുസ്ഥാനി എന്ന് പറയാം, ബജാർ ഹിന്ദി എന്ന് ഗാന്ധി പറയുന്നത് ആ സാധനമാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ നാട്ടിലൊരു ഉദാഹരണം പറയാം, എന്റെ കാര്യം മനസ്സിലായി. 1953 നീലക്കുയിൽ എന്നുള്ള സിനിമ വരുന്നത്. അപ്പോ നേരത്തെ 1950 കാലത്ത് കോഴിക്കോട് ആകാശവാണിയിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നുണ്ട് ഭാസ്കരൻ മാഷും രാഘവ മാഷും. അപ്പൊ പി ഭാസ്കരനാണെങ്കിൽ മലപ്പുറത്തൊക്കെ ഒളിവിൽ താമസിച്ച അനുഭവമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മാപ്പിളപ്പാട്ടൊക്കെ നല്ല നിശ്ചയം. അപ്പൊ അവർ രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനിച്ചു, നീലക്കുയിൽ എന്നുള്ള സിനിമയിൽ ഒരു മാപ്പിളപ്പാട്ട് ഉൾപ്പെടുത്തണം. അതിന്റെ നിർമ്മാതാവ് ടി.കെ. പരീക്കുട്ടി. അങ്ങനെയാണ് അതിപ്രസിദ്ധമായ കായലരികത്ത് എന്നുള്ള പാട്ട് എഴുതിയത്. ആ പാട്ട് എഴുതി ഭാസ്കര മാഷ് എഴുതി, രാഘവ മാഷ് ചുറ്റപ്പെടുത്തി, രാഘവ മാഷ് പാടുകയാണ്. പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ടി.കെ. പരീക്കുട്ടി പറഞ്ഞു, വേറെ എന്ത് മാഷ് പറഞ്ഞു ഈ പാട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ സമ്മതിക്കില്ല. അപ്പൊ അതെന്താ? മാപ്പിളമാർ വന്ന് തിയേറ്റർ കത്തിക്കും, അവരിതിനെതിരാവും, അവരുടെ പാട്ട് ഇതിൽ ഉൾപ്പെടുത്തി, സിനിമ ഹറാമാണ് അവർക്ക്, സിനിമയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല എന്നാണ്. ഒരു ഘട്ടം എത്തിയപ്പോൾ രാഘവ മാഷും ഭാസ്കരൻ മാഷും കൂടി വളരെ വിഷമിച്ചിട്ട് ഓടയിൽ മറ്റേ നീലക്കുയിൽ എന്നുള്ള സിനിമയിൽ നിന്ന് കായലരികത്ത് മാറ്റിവെച്ചു. ഇതെന്നോട് അതിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്ന ശോഭന പരമേശ്വരൻ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം പറഞ്ഞ കഥയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ, ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ, ഭാസ്കരൻ മാഷ് എൻ്റെ ഡയറക്ടേഴ്സിൽ ഒരാളാണ്, രാമുകാരിയായിട്ടും പി ഭാസ്കരനും കൂടിയാണെന്ന് ഡയറക്റ്റ് ചെയ്യുന്നത്. ഭാസ്കരൻ മാഷ് രാഘവനെ വിളിച്ച് പറഞ്ഞു, രാഘവ, ടി.കെ. പരീക്കുട്ടി ഏത് വഴിച്ച പോക്കോട്ടെ, ഈ സിനിമ ഇറങ്ങുന്നെങ്കിൽ ഈ പാട്ടോടുകൂടി ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വാശി പിടിച്ച് ടി.കെ. പരീക്കുട്ടിയെ ഒഴിവാക്കി, അദ്ദേഹത്തെ ധിക്കരിച്ച് വരുന്നിടത്ത് വെച്ച് കാണാം, തിയേറ്റർ കത്തിക്കുക, അപ്പം കാണാം എന്ന് പറഞ്ഞാണ് കായലരികത്ത് വന്നത്. ആ പാട്ടിന്റെ ചിത്രീകരണ രംഗത്തിലാണ് ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷമിട്ട ഒരു പെൺകുട്ടി ആദ്യമായി നമ്മുടെ സിനിമയിൽ വരുന്നത്. ആ പാട്ട് എന്തായി എന്നുള്ളതിൻ്റെ അനേകം കഥകൾ നിങ്ങൾക്കറിയാം. ഞാൻ അതിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു കഥ പറയാം. 3000-ഓളം പാട്ട് എഴുതിയിട്ടുണ്ട് പി ഭാസ്കരൻ. അദ്ദേഹത്തിന് അവസാനം അൽഷിമേഴ്സ് വന്നു. അവസാന കാലത്ത് അദ്ദേഹത്തിന് ഒറ്റ പാട്ട് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ, അത് കായലരികത്ത്. ഈ അദ്ദേഹത്തിന്റെ ഗാനരചനയുടെ 25-ാം വാർഷികം കേരളം മുഴുവൻ വലിയ ആഘോഷമായിട്ട് കൊണ്ടാടിയത്. ആ സമയത്ത് അദ്ദേഹത്തിന് ഗാനരചനയായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ ഒരു പത്രക്കാരൻ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം 2 ഓർമ്മകളാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞത്, അദ്ദേഹം സാക്ഷാൽ സർദാർ കെ.എം. പണിക്കർ, പട്യാല രാജാവിന്റെ ദിവാനായിരുന്ന മലയാളി, ചൈനയിൽ അംബാസഡറായിരുന്ന മലയാളി, അതിപ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാപണ്ഡിതനായ പണിക്കർ, വലിയ സ്വാധീനമാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടൊരു ശുപാർശ കത്ത് വാങ്ങാൻ വേണ്ടി ബോംബെയിൽ, അദ്ദേഹം അന്ന് ബോംബെ താമസിക്കാം, ഇവിടുന്ന് ബോംബെയിൽ പറയാൻ എനിക്ക് വലിയ കൗതുകമുണ്ട്. എന്ന് വെച്ചാൽ ബോംബെയിൽ വരാണ് ഭാസ്കരൻ മാഷ് പണിക്കരെ കാണാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ വേലക്കാരൻ വന്ന് പറഞ്ഞു, ഇരിക്കൂ, സാബ് കുളിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ റിസപ്ഷൻ റൂമിൽ ഇത് പത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് കെ.എം. പണിക്കർ ഒരു പാട്ട് പാടുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്. എന്താണ്? കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ. ഇത് ഈ മഹാപണ്ഡിതൻ, ഈ പ്രഭു. എന്നിട്ട് അദ്ദേഹം തല തുടച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഭാസ്കരൻ വിളിക്കുക, ഭാസ്കരൻ കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഏതാ പാട്ട്? കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ. ഇത് മലബാറിൽ ഏതോ മാപ്പിള കവി എഴുതിയാണ്, പക്ഷെ അസലായിട്ടില്ലേ എന്ന് ചോദിച്ചു. ഭാസ്കരന് തൽക്കാലം ഒരു കത്ത് കിട്ടുന്നോട് ഭാസ്കരൻ പറയാം, ഞാനതൊന്നും പറയാൻ പോയില്ല, ഇത് ഞാൻ എഴുതിയാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ചമ്മിക്കേണ്ട ആവശ്യമില്ലെന്ന്. പിന്നെ ഭാസ്കരൻ ഓർക്കുന്ന വേറൊരു രംഗം, അദ്ദേഹം വയനാട്ടിൽ നിന്ന് ഏതോ ഒരു ഫിലിമിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും പാക്കപ്പ് ആക്കി. അപ്പോൾ സിനിമയിൽ ഒരു മര്യാദ, ഏറ്റവും അവസാനത്തെ കാറിൽ ഡയറക്ടർ കയറാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാവരും പോയി ഓക്കെ ആയിരുന്നു ഉറപ്പാക്കിയിട്ട് ഡയറക്ടർ കയറാൻ പറ്റും. അങ്ങ് പോയി ഡയറക്ടർ വന്ന സമയത്ത് ചുരത്തിൽ വെച്ചിട്ട് ഈ കാറ് കേടായി. അപ്പോൾ കുഴപ്പമില്ല, വരുന്ന ഏത് ബസ്സിനും ലോറിക്കും കൈ കാണിക്കാന്നുള്ളതാണ് ചുരത്തിലെ ഏർപ്പാട്. അടുത്ത ലോറിക്ക് ഇദ്ദേഹം കൈ കാണിച്ചു. അപ്പോൾ ഡ്രൈവർ നിർത്തി, എങ്ങോട്ടാ? കോഴിക്കോട്ടേക്ക്. കയറി കൊടുത്തു, കയറി. അപ്പോൾ ആരാ എന്തായാലും അയാൾ നോക്കിയിട്ടുമില്ല. പിന്നെ ഇന്നത്തെ കാലം കണ്ടാൽ അറിയൊന്നുമില്ലല്ലോ. ഭാസ്കരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ ഇയാൾ പാടാൻ തുടങ്ങി. എന്താ പാടുന്നത്? കായലരികത്ത് പാടുക.
അതിമനോഹരമായിട്ട് ഈ ഡ്രൈവർ പാടുകയാണ്. അപ്പോൾ ഭാസ്കരൻ പറയാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം കോരിത്തരിച്ച നിമിഷം അത്. ആ സീറ്റിൻ്റെ സൈഡിലിരുന്ന് ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ വളവ് കരുതി ചുരമിറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഈ എല്ലാം മറന്നിട്ട് ഒരു ഡ്രൈവർ ഞാൻ എഴുതിയ പാട്ട് പാടുന്നു. എന്ത് വന്നെന്നറിയൂ? കായലരികത്ത് വന്നപ്പോൾ നമ്മുടെ സംസ്കാര ചരിത്രത്തിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റം, മാപ്പിളപ്പാട്ട് എഴുതാൻ മാപ്പിളയാവണം എന്നില്ല, അത് ചിട്ടപ്പെടുത്താൻ മാപ്പിളയാവണമെന്നില്ല, അത് പാടാൻ മാപ്പിളയാവണമെന്നില്ല, അത് ആസ്വദിക്കാൻ മാപ്പിളയാവണമെന്നില്ല. അപ്പോ അത് ഒരു കേരളീയ അനുഭവമായിട്ട് മാറുക. അരികോന്നും പറഞ്ഞത്, അതിൽ അഭിനയിച്ച ബാലകൃഷ്ണനെ പിന്നീട് ആൾക്കാർ വിളിച്ചത് മൊയ്തു ബാലകൃഷ്ണൻ. അദ്ദേഹം അത് മാത്രമല്ല, അദ്ദേഹം പിന്നീട് മൂടുപടത്തിൽ മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മൊഞ്ചത്തി എന്നുള്ള യൂസഫ് അലി കേച്ചേരിയുടെ പാട്ടിലെ രംഗത്തും അഭിനയിച്ചത് ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണനെ പിന്നീട് ചരിത്രം വിളിച്ചത് മൊയ്തു ബാലകൃഷ്ണൻ. എന്ത് വിചിത്രമായ പേര് നടിച്ചു. അപ്പോ പറയുന്നു, ഒരു കലാരൂപത്തിന്, വളരെ ലളിതമായ ഒരു പാട്ടിന് ഒരു 10-12 വരിക്ക് എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക അനുഭവങ്ങളെ മാറ്റി എഴുതാൻ പറ്റുന്നതെന്ന് ഇന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? മാപ്പിളപ്പാട്ട് എൻ്റേതല്ല എന്ന് ഏതെങ്കിലും കേരളീയം വിചാരിക്കുന്നുണ്ടോ? ഹൈദരാലി കഥകളി സംഗീതം ആസ്വദിക്കുമ്പോൾ ഇങ്ങനെ ചരിത്രം മാറുന്നുണ്ട്. യേശുദാസ് അല്ലെങ്കിൽ പി ലീല അല്ലെങ്കിൽ എസ് ജാനകി മാപ്പിളപ്പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ചരിത്രം മാറുന്നുണ്ട്. ഇപ്പോൾ ചവിട്ട് നാടകത്തിലോ കഥകളിയിലോ തുള്ളലിലോ ഒക്കെ സമുദായത്തിൻ്റെയോ ക്ഷേത്രത്തിൻ്റെയോ വരേണ്യതയുടെയോ ജാതിയുടെയോ പ്രദേശത്തിൻ്റെയോ ഭേദങ്ങളില്ലാതെ മനുഷ്യർ കടന്നു വന്ന് ഇത് ഞങ്ങളുടേതാണ് എന്ന് അവകാശം സ്ഥാപിച്ചുകൊണ്ട് എടുക്കുമ്പോൾ സംഗതി മാറുക. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് സംഗീതത്തിനുള്ളപ്പോൾ. എനിക്ക് വളരെ അടുത്ത് പെരുമാറാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് ബഷീറുമായിട്ട്. അത് എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം, സംഗീതമാണ് യഥാർത്ഥ കല. മനുഷ്യന്റെ ദുഃഖം ആവിഷ്കരിക്കാൻ അതിന് മാത്രമേ സാധിക്കുള്ളൂ. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നൊരു വാക്ക്, സംഗീതം ഈശ്വരനാണ്. അപ്പോൾ ബഷീറിന്റെ വീട്ടിൽ പോയാൽ ഇടയ്ക്ക് അദ്ദേഹം വൈകുന്നേരം പറയും, നിങ്ങളിരിക്കും, എന്താ പുതിയ 4 പാട്ട് കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങളറിയോ, ബഷീർ പുലർച്ചെ 4 മണി വരെ പാട്ട് കേട്ടിരിക്കുന്ന ഒരാളാണ്. 4 മണി വരെ. അദ്ദേഹം കിടക്കാമോ 4 മണിക്കാണ്, എണീക്കുന്നത് 10 മണിക്കാണ്. കുളിക്കുന്ന ഊണ് കഴിക്കുന്ന ഉച്ചയ്ക്കായിട്ട് 4 മണിക്കാണ് ഊണ് കഴിക്കുക. ഇങ്ങനെ, കാരണം സംഗീതം ആസ്വദിക്കുക എന്നുള്ളതാണ് തൻ്റെ ഒരേ ഒരു പണി എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ബഷീർ. അതിലുണ്ടായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞരളത്ത് രാമപൊതുവാൾക്ക് ബഷീറിന്റെ പേരിൽ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചു. ദോഹ, ഖത്തർ, അവിടുത്തെ പ്രവാസി സംഘം. ഞാൻ കേട്ടതാണ്. അപ്പോൾ ബാല്യകാല സഖി എന്നുള്ള അദ്ദേഹത്തിൻ്റെ നോവലിൽ ആരെഴുതി എന്നറിഞ്ഞുകൂടാത്ത നാടൻ പാട്ടായിട്ട് പ്രചരിക്കുന്ന അതിമനോഹരമായൊരു മാപ്പിളപ്പാട്ടുണ്ട്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്ങുള്ളോളെ, പൂമുഖം കണ്ടാമതിയോ പൂതി തീർക്കും കാലമായോ, കാമിനി അടുത്തു വന്നോ കാലദോഷം വന്നുപോയോ. അതിമനോഹരമായ പാട്ടാണ്. ഈ പാട്ട് പിന്നീട് KT മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഇത് ഭൂമിയാണ് എന്നുള്ള നാടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചില ആളുകളുടെ തെറ്റിദ്ധാരണ ബഷീർ എഴുതിയ പാട്ടാണ്, ചില തെറ്റിദ്ധാരണ KT എഴുതിയ പാട്ടാണ്. ഇത് ഇവരാരും എഴുതിയതല്ല, ഇത് അന്തരീക്ഷത്തിലുള്ള അതിമനോഹരമായൊരു പാട്ടാണ്. ഞരളത്ത് രാമപൊതുവാൾ ഞാൻ കേട്ടതാണ്. അദ്ദേഹം ഈ വരികൾ പഠിച്ചു. ആ സമ്മാനം വാങ്ങുമ്പോൾ മറുപടിയായിട്ട് ഈ മാപ്പിളപ്പാട്ട് പാടാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. എനിക്കത് കേട്ട വലിയ സന്തോഷം തോന്നി. പക്ഷെ നിർഭാഗ്യവശാൽ ആ സമ്മാനം വാങ്ങാൻ മാത്രം ആയുസ് ബാക്കിയിരുന്നില്ല രാമപൊതുവാൾക്ക്. ഞാൻ പറയുന്നത്, രാമപൊതുവാളുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ തരത്തിലുള്ള കലയെ ജനാധിപത്യവൽക്കരിക്കുക, എങ്ങനെയാണ് അതിനെ സെക്കുലറൈസ് ചെയ്യുക, എങ്ങനെയാണ് അതിനെ മതേതരവൽക്കരിക്കുക. ക്ഷേത്രത്തിനകത്ത് നിന്ന് കഥകളിയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ, ക്ഷേത്രത്തിനകത്ത് നിന്ന് കൂത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ, ക്ഷേത്രത്തിനകത്ത് നിന്ന് സോപാനത്തെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് എല്ലാവരുടേതും ആയി മാറുകയാണ്. ഞാൻ ഹരിഗോവിന്ദൻ്റെ ഫോണിലൊരു ഫോട്ടോ ഉണ്ട്. അത് എനിക്ക് വ്യക്തിപരമായി വളരെ ബന്ധമുള്ള, എനിക്ക് പിന്നീട് കുടുംബബന്ധു കൂടി ആയിത്തീർന്ന KP റഹീം, അദ്ദേഹം മരിച്ചുപോയി. M ഗോവിന്ദൻ്റെ സംഘത്തിലുണ്ടായിരുന്ന ഒരാളാണ് ബെസ്റ്റ് റഹീം എന്ന് പറയുന്നത്. അവിടെ പതിവില്ലാതെ കുപ്പായൊക്കെ ഇട്ടിട്ട്
രാപ്പുതോളിരിക്കുന്നു. രാപ്പുതോൾക്ക് എന്തിനാ കുപ്പായം അല്ലേ? ബഷീർ ചോദിച്ചില്ലേ, കർത്താവിനെ കുറിച്ച് മരക്കുരിശില്ല, പള്ളിക്ക് എന്തിനാ പൊൻകുരിശ് എന്ന് തോമ ചോദിക്കും. അതുപോലെ നിലത്തിന് എന്തിനാ കുപ്പായം എനിക്ക് മനസ്സിലായി. എന്തായാലും അദ്ദേഹം കുപ്പായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിലത്ത് വെച്ചിരിക്കുകയാണ് ഇടക്ക, ഒരു കുഞ്ഞ് അതിന് മുകളിൽ ഇങ്ങനെ കൊട്ടി നോക്കണം. അദ്ദേഹം അത് കണ്ട് ഇങ്ങനെ രസിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അറിവൊന്നും പറഞ്ഞു കേട്ടാണ്, ഇടയ്ക്ക നിലത്ത് വെക്കാൻ പാടില്ല. എന്താ കാരണം? അതിന് വേദവാദ്യമാണ് എന്ന് വിശേഷണമുണ്ട്. നിലത്ത് വെക്കാൻ പാടില്ല, അത്ര വിശുദ്ധമായൊരു സാധനമാണ്. അപ്പോൾ ഏതോ ഒരു മാപ്പിളയുടെ വീട്ടിലെ ഒരു കുട്ടി അതിങ്ങനെ കൊട്ടി നോക്കുന്ന കണ്ടിങ്ങനെ രസിച്ചിരിക്കുന്ന ഒരാളാണ് രാപ്പുതോൾ. അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ സംസ്കാരത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും ദേശഭേദമില്ലാതെ, മതഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ, തൊഴിൽ ഭേദമില്ലാതെ അത് എല്ലാവരുടേതും ആക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. ഇപ്പോൾ ഒരു പ്രശ്നമില്ല, സിനിമയ്ക്ക് ജാതി മതമൊന്നുമില്ല. എന്താ കാരണം? സിനിമ വരുമ്പോഴേക്ക് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു സിവിൽ സൊസൈറ്റി ആയിട്ടുണ്ട്. മറ്റിപ്പോൾ നമ്മൾ കൂത്ത് അത് ഇന്ന കൂട്ടരാണ്. ഇപ്പോൾ ചാക്യാർക്ക് മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ, മാരാർക്ക് മാത്രമേ കൊട്ടാൻ പാടുള്ളൂ. വലിയ തമാശ നമ്മുടെ നാട്ടിൽ. കുലത്തൊഴിൽ, കലാവൃത്തി പോലും കുലത്തൊഴിലായിട്ടേ പാടുള്ളൂ. എന്താ ജാതിയുടെ പ്രശ്നം? ജാതിയുടെ പ്രശ്നം വളരെ ലളിതമായിരുന്നു. വൈദ്യൻ്റെ മകൻ വൈദ്യൻ, മുക്കുവൻ്റെ മകൻ മുക്കുവൻ, മുക്കുവൻ്റെ മകന് വൈദ്യനാകാൻ പറ്റുമോ? പരിപാടി പറ്റില്ല, അത് പറ്റില്ല, ഒന്നും പറ്റില്ല. അതായത് വൈദ്യരുടെ മകന് വക്കീലാവാനോ, പണ്ടാ ജോലിയില്ല, അല്ലെങ്കിൽ പാട്ടുകാരനാവാനോ ആട്ടക്കാരനാവാനോ പറ്റില്ല. ദേവദാസിക്ക് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇതിൻ്റെ ഭയങ്കരമായൊരു സംവരണത്തിൻ്റെ ഒരു തടവിൻ്റെ മഹാപാരമ്പര്യമാണ്. 3000 കൊല്ലം പഴക്കമുള്ള ഒന്നിനോടാണ് നമ്മൾ പൊരുതുന്നത്. അപ്പോൾ ബഷീറിൻ്റെ കഥാപാത്രം ഇടയ്ക്ക് ചോദിക്കുന്ന ഇതിലുണ്ടോ? 8 മുമ്പ് ഇടയ്ക്ക് ചോദിക്കും ഇതിലുണ്ട്. അപ്പോൾ ഈ സഭയുടെ പ്രാധാന്യം ബോംബെ, മുംബൈ ഇല്ലേ, മുംബൈ മലയാളികൾ ഏറ്റെടുത്ത ഈ ദൗത്യത്തിൻ്റെ പ്രാധാന്യം അവിടെ ഞങ്ങൾ നാട്ടിൽ തിരിച്ചറിയുന്നുണ്ട്, ഞങ്ങളതിനെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാനും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പൊയ്കയിൽ അപ്പച്ചൻ്റെ കേട്ടോ, പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയുന്നത് ജാതി പീഡനം സഹിക്കവയ്യാതെ ക്രിസ്ത്യാനിയായി മാറിയിട്ട് അവിടെയും ജാതി പീഡനം കണ്ടിട്ട് അതിന് പോരിനിറങ്ങിയ നമ്മുടെ നവോത്ഥാന നായകരിൽ ഒരാളാണ് പൊയ്കയിൽ അപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൽ പറയുന്നുണ്ട്, അവിടെ എങ്ങും എൻ്റെ വംശത്തിൻ്റെ ഒരു ചരിത്രവും ഞാൻ കണ്ടില്ലല്ലോ, ഒരു വരിയും കേട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഒരു സമൂഹത്തെ എവിടെ അടയാളപ്പെടുത്തുക? ചരിത്രത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തുക? ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമം എന്ന് പറയുന്നത് കലയിൽ അടയാളപ്പെടുത്തില്ല. ഓരോ സമൂഹത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആ കൂട്ടായ്മയുടെ ആവിഷ്കാരം എന്ന് പറയുന്നത് കലയാണ്. അപ്പോൾ നിങ്ങൾ ഞാറ് നടന്നതിനെ ബഹുമാനിക്കുന്ന രീതികളിലൊന്ന് നാട്ടിപ്പാട്ട് കേൾക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയാം, തിരുവിതാംകൂറിൽ, ഞാൻ കോളേജിൻ്റെ പേര് പറയുന്നില്ല, ഒരു കോളേജിൽ തൂപ്പുകാരിയായിട്ട് മറിയാമ്മ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ധാരാളം നാടൻ പാട്ടുകൾ അറിയാം. അവർ കേട്ടതൊക്കെ അവർക്ക് കാണാപ്പാടാം, അസലായിട്ട് പാടും. അപ്പോൾ അവിടെ അക്കാഡമിക് സ്റ്റാഫ് കോളേജിലെ പ്രൊഫസർമാരും ലെക്ചർമാരുള്ള ഒരു ക്ലാസ്സിലേക്ക് ഇവരൊരു ക്ലാസ് എടുക്കാൻ വിളിച്ചു. എന്താ ക്ലാസ്? അവർക്കറിയുന്ന പാട്ട് പാടാനാണെന്നേ. ഓ, തൂപ്പുകാരിയാണോ ഇവിടെ ക്ലാസ് എടുന്ന് വെച്ച് ഇവരൊക്കെ ഇറങ്ങിപ്പോയി. എങ്ങനെയുണ്ട്? ആർക്കാണ് പഠിപ്പുള്ളത്, ആർക്കാണ് സംസ്കാരമുള്ളത് എന്ന് ആലോചിക്കുക. ഒരു തൂപ്പുകാരിക്ക് ഇത്രയധികം നാടൻ പാട്ടുകൾ കാണാപ്പാടമുണ്ടല്ലോ. അവരുടെ കൃഷിയുമായിട്ടും മറ്റ് കലാവൃത്തിയായിട്ടും ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ ഓർത്തിരിക്കുന്നല്ലോ എന്ന് വളരെ പ്രായമുള്ള ഒരാൾ, ഒരു സാധു സ്ത്രീ. അപ്പോൾ അവർ അനുഭവിക്കുന്ന അവമാനം എന്ന് പറയുന്നത് ആ തൊഴിലിനോടും ആ സമുദായത്തോടും ദാരിദ്ര്യത്തോടും നമ്മൾ കാണിക്കുന്ന അവഗണനയാണ്. ഗാന്ധിയോട് കോടതി ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പണി? അദ്ദേഹം പറഞ്ഞു, ഞാൻ തൂപ്പുകാരനാണ്. ആത്മകഥയിൽ ഗാന്ധി പറഞ്ഞത്, എൻ്റെ മക്കൾക്ക് 4 ആൺകുട്ടികളാണ് ഗാന്ധിക്ക്, ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. ആ 4 പേരെ പറ്റി ഗാന്ധി അഭിമാനത്തോട് പറഞ്ഞു, അവർക്ക് കക്കൂസ് കഴുകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന്. ഗാന്ധി ആകെ പഠിപ്പിച്ചതാ. അവർ സ്കൂളിൽ പറഞ്ഞു ചെല്ലട്ടെ, അത് ശരിയാന്ന് ഞാൻ പറയില്ല, പക്ഷെ കക്കൂസ് കഴുകാൻ അവർക്കൊരു പ്രയാസം ഉണ്ടാവുകയില്ല, ഞാൻ തൂപ്പുകാരനാണെന്നാണ്. എങ്ങനെയാണിത് പെരുമാറുന്നത്? പോഞ്ഞിക്കൽ റാഫി തോട്ടി എന്നൊരു നോവൽ എഴുതും, തോട്ടിയുടെ മകൻ എന്നൊരു നോവല് തകഴി എഴുതും, കണ്ടോ? അപ്പൊ ഇതിന്റെ സാംസ്കാരിക പ്രതിഫലനം, ഇതിന്റെ പ്രത്യാഘാതം, ഇതിന്റെ
പല തരത്തിലുള്ള ഇതിൻ്റെ സദ്ഫലങ്ങൾ എങ്ങനെയാണ് വെളിപ്പെടുക എന്നിപ്പോൾ പറയാൻ വയ്യ. തീർച്ചയായിട്ടും ആരുടെ കലയും മറ്റേത് കൂട്ടത്തിൻ്റെ കല പോലെ പ്രധാനമാണ്. അതൊക്കെ നമ്മളെ ശുദ്ധീകരിക്കുന്നുണ്ട്. കലയുടെ പണി എന്ന് പറയുന്നത് നമ്മളെ ശുദ്ധീകരിക്കില്ല. അപ്പോൾ സംഗീതകല അപ്പോൾ സ്വർഗത്തിലെ പ്രധാനപ്പെട്ട കലാരൂപങ്ങളിലൊന്ന് പാട്ടും ആട്ടവുമാണ് എന്ന് നമ്മൾ കൃതികളിലും വേദങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. നമ്മളിവിടെ കേരളത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ തൊഴിൽ ചെയ്യുന്നവൻ ചീത്തയാണ് എന്ന് വിചാരിച്ചാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു തെറ്റ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ മലയാളികൾ ആരെയാണ് തിരുമേനി എന്ന് വിളിച്ചത്? വേർക്കാത്ത മേനിയെ തിരുമേനി എന്ന് വിളിച്ചല്ലേ? അല്ലേ? തിരുമേനി ആരെ വിളിക്കേണ്ടിയിരുന്നു? നിങ്ങൾക്കും എനിക്കും വേണ്ടി ഈ പാടത്തും പറമ്പിലും പണിയെടുത്ത് നെല്ലും തേങ്ങയും കപ്പയും ഉൽപ്പാദിപ്പിച്ച ഒരുത്തിനെയാണ് തിരുമേനി എന്ന് വിളിക്കേണ്ടിയിരുന്നത്, അല്ലേ? ആ ഒരു പണിയും ചെയ്യാത്ത മേനി വേർക്കാത്ത ഒരാളെ ഈശ്വര വിചാരം എന്നുള്ളത് ഒരു ജോലിയായിട്ട് ആധാരത്തിൽ രേഖപ്പെടുത്താൻ പറ്റിയ ഒരാളെയാണ്, സ്വസ്ഥം ആയ ഒരാളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? തിരുമേനി എന്ന് വിളിച്ചത്. അതുകൊണ്ട് കുപ്പായിടുന്നില്ല ആര്? രാമപുതു പറഞ്ഞു അല്ലേ? ഗാന്ധി കുപ്പായിട്ടില്ല. എന്താ ഇടാഞ്ഞത്? ഗാന്ധി കുപ്പായിടാഞ്ഞത്, ഗാന്ധി ഒരു സ്കൂളിൽ പോയി. അവിടുത്തെ ഒരു പെൺകുട്ടി ചോദിച്ചു, ബാബു എന്താ കുപ്പായിടാത്തത്? ഓ ഗാന്ധി പറഞ്ഞു, എനിക്ക് കുപ്പായില്ല, ഞാനൊരു കുപ്പായം തരാം, ബാബു ഇടുവോ? ഓ ഗാന്ധി പറഞ്ഞു, അങ്ങനെ പറ്റില്ല. എന്താ? ഇന്ത്യയിലെ 48 കോടി ആളുകൾക്ക് കുപ്പായമിടാൻ നിവൃത്തിയില്ല. നീ 48 കോടി കുപ്പായം തന്നാൽ ഞാനിടാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനത, സംസ്കാരം എന്ന് പറഞ്ഞ സാധനത. അദ്ദേഹം 30കളിൽ വട്ടമേ സമ്മേളനത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പത്രക്കാർ ചോദിക്കുകയാണ്, അങ്ങ് എന്തുകൊണ്ടാണ് വേണ്ടത്ര വസ്ത്രം ധരിക്കാതെ വന്നത്? അദ്ദേഹം പറഞ്ഞു, 2 ആൾക്ക് വേണ്ടത് നിങ്ങളുടെ രാജാവ് ഒറ്റക്കെട്ടുണ്ടാകും മതി. 2 ആൾക്ക് വേണ്ടത് നിങ്ങളുടെ രാജാവ് ഒറ്റക്കെട്ടുണ്ട്. അതുകൊണ്ട് രാമപൊതുവാൾക്ക് ഈ സംഗീതത്തിന്റെ കുപ്പായം, സോപാനത്തിന്റെ കുപ്പായം മതി. കാരണം സംസ്കാരം എന്ന് പറഞ്ഞു. അപ്പോ ഈ നഗ്നതയുടെ ഒരു മൂല്യം, സത്യത്തിന്റെ മൂല്യം, സംസ്കാരത്തിന്റെ മൂല്യം, സംഗീതത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നതിൻ്റെ ഒരു വേദിയായിട്ടാണ് ഞാനിത് കാണുന്നത്. നിങ്ങൾ വിശ്വസിക്കുമോ? ഗാന്ധി എഴുതിയിട്ടുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് ബംഗാളി സംഗീതമാണ്. ഗാന്ധിക്ക് സംഗീതമൊക്കെ തിരില്ല നമ്മൾ വിചാരിച്ചത്, നമുക്കല്ലേ ഇതൊക്കെ തിരിയുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഭാഷ, കല, വേഷം, ഭക്ഷണം ഒക്കെ മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടരുടെ, അധികാരികളുടെ, പണക്കാരുടേതാണ് മേലെ, മറ്റത് താഴെയാണ് എന്ന് വിചാരിക്കാനുള്ള അധമബോധം. അധമോ എന്ന് പറഞ്ഞാൽ മലയാളിക്ക് മനസ്സിലാവില്ല. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എന്നാൽ പിന്നെ അങ്ങനെ പറയണ്ട മാഷ്, അങ്ങനോട് പറഞ്ഞപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അപ്പം മനസ്സിലായി. മറ്റൊക്കെ ആരും അങ്ങനെയൊക്കെ പറയുന്നില്ലേ? ഇതൊക്കെ ആർക്കാ മനസ്സിലാവണം? ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങോട്ട് പറയുന്നേ. അടിച്ചോ, എത്ര അടിമകളാണ്. ഞാനൊരു തെളിവ് പറയാം. നമ്മളൊക്കെ കുട്ടികളെ കല്യാണക്കത്ത് അച്ചടിക്കുന്നത് ഇംഗ്ലീഷിലല്ലേ? പക്ഷേ അപ്പൻ മരിച്ചുപോയി എന്നുള്ള കത്ത് അയക്കുന്നത് മലയാളത്തിലാണ്. സഞ്ജയൻ എത്രാഞ്ഞ് എന്നുള്ള കത്ത് എന്താ മലയാളത്തിൽ എഴുതുന്നത്? വാപ്പയുടെ മൈ സംസ്കരിക്കണം എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് കത്തയക്കുന്നത് മലയാളത്തിലാണ്. എന്നാ പിന്നെ അതൊന്നും ഇംഗ്ലീഷിൽ എഴുതുന്നത്. ലോരപ്പൻ നമ്പാടൻ മാഷ് മലയാളത്തിന് വേണ്ടി എന്നും വാദിച്ചിരുന്നൊരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം പറഞ്ഞൊരു തമാശ, അദ്ദേഹത്തിൻ്റെ തൊട്ട വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് കല്യാണക്കത്ത് കൊടുത്തു. നോക്കുമ്പോൾ ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്പാടൻ മാഷ് ആകെ അത്ഭുതപ്പെട്ടു. ഒരു സായിപ്പ് കല്യാണത്തിന് വരാനില്ല. എന്നിട്ട് മലയാളത്തിൽ അപ്പോൾ അദ്ദേഹം വായിച്ചു നോക്കുമ്പോൾ എന്താണ്? വെൽഡിങ് ഓഫ് മൈ സൺ വിത്ത് സോൺസ്. നമ്മുടെ മാഷ എണീറ്റ് കൈ എടുത്തിട്ട്, ഏട്ടാ തൻ്റെ കത്താണ് യഥാർത്ഥ കത്ത്, തനിക്കാണെന്ന് അറിയാം, മറ്റേ ഇതാണ് ഇപ്പറഞ്ഞ എന്താന്ന് മനസ്സിലായി. ഇതാണ് നമ്മുടെ അധമബോധത്തിന്റെ മാക്സിമം എന്ന് പറയുന്നത്. വെറുതെ ആലോചിച്ചു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു നാട്ടിപ്പാട്ട് പാട്ടാന്ന് വിചാരിക്കുക? ഒരു നാട്ടിപ്പാട്ട്, ഒരു ദരിദ്രനായ പൊതുവാള്, ഒരു കുപ്പായിടാൻ അറിയാത്ത പൊതുവാള് പാടുന്ന പാട്ടായിരിക്കും കേട്ടോ. പണ്ട് ഇങ്ങനെ ഒരുത്തനോട്, ഈ തരത്തിൽ ഒരുത്തനോട് ഗുരുവായൂരപ്പൻ മറുപടി പറഞ്ഞൊരു കഥയുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങൾക്കറിയോ? പൂന്താനെന്ന് മഹാദരിദ്രനായിട്ടൊരു നമ്പൂരി, പിന്നെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, അതേ ഒരു കാവ്യം പരിശോധിക്കാൻ കൊടുത്തു. അപ്പൊ കാവ്യം നോക്കിയിട്ട് മേൽപ്പത്തൂർ പറയാണ്, വിഭക്തി ഒന്നും ശരിയല്ല. അപ്പോ ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠയിൽ നിന്ന് ഒരു അശരീരി ശബ്ദം ഉണ്ടായി. എന്ത്? മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ
പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം. ആ സമർപ്പണം കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരാളെ പറ്റിയാണ് ഉടലോടെ സ്വർഗത്ത് പോയി എന്നൊരു കഥയുള്ളത്. അത് പൂന്താനത്തെ പറ്റിയാണ്. ഉടലോടെ സ്വർഗത്ത് പോയിന്ന് വേറെ ആരെ പറ്റി നമ്മൾ കഥ പറഞ്ഞിട്ടില്ല. എഴുത്തച്ഛനെ പറ്റി പറഞ്ഞിട്ടില്ല, ആരെ പറ്റിയും പറഞ്ഞിട്ടില്ല. ഈ സാധു മനുഷ്യനെ പറ്റി പറഞ്ഞു. എന്താ കാരണം കേട്ടോ? പൂന്താനത്തിൻ്റെ കഥ കേട്ടോ. എനിക്ക് എപ്പോഴും പൂന്താനം എന്ന് പറയുമ്പോൾ രാമപുതുവാൾ ഓർമ്മ വരും. ഞാൻ ഒരിക്കലും ഈ വിഷയം തന്നെ അവിടെ നിന്ന് സംസാരിച്ചത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ദൈവം ഭഗവാനോട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ്? ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇതൊക്കെ കഥയാണ്, ഇതൊന്നും ഹിസ്റ്ററി അല്ല കേട്ടോ, ഇതൊക്കെ സ്റ്റോറിയാണ്. നമ്മുടെ നാട്ടിൽ ഒന്നും പറയാൻ വയ്യ. സ്റ്റോറി ഏതാ ഹിസ്റ്ററി ഏതാന്ന് തിരിയില്ല. എന്താ ഗണപതി വിഗ്രഹം കണ്ടപ്പോൾ പറയാം പ്ലാസ്റ്റിക് സർജറി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. പുഷ്പക വിമാനം എന്നൊരു കഥ കേട്ടപ്പോൾ പറയാം ഇവിടെ വിമാനം നമ്മൾ റൈറ്റ് സഹോദരന്മാരെ കണ്ടുപിടിച്ച് ഇവിടെ അത് രാവണൻ കണ്ടുപിടിച്ച. രാവണൻ നമ്മുടെ നായകനാവും, വലിയ ശാസ്ത്രജ്ഞനാവും. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് കേട്ട് ഞാൻ മേലോട്ടൊക്കെ പോയി പശുവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓക്സിജനാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര ഈ ചാണകത്തിന് മൂത്തത്തൊക്കെ പറയുന്നത് ഇംഗ്ലീഷായിരിക്കും ഈ ഓക്സിജൻ എന്ന് പറയുന്നത്. അല്ലേ പണ്ട് ഒങ്ങനെ ചോദിച്ചാൽ ഏത് ശതമാനത്തിലങ്ങളൊക്കെ ജീവിക്കുന്നത്? അദ്ദേഹം ശതമാനം എന്ന് പറഞ്ഞത് നൂറ്റാണ്ട് നടത്ത് പറഞ്ഞായത് കേട്ടോ. ഏത് ശതമാനത്തിലാണ്? അപ്പോ പൂന്താനം ഭഗവാനോട് പറയാണ് വയ്യാണ്ടിയായി, ഇനി ഇങ്ങോട്ടൊന്നും വരാൻ വയ്ക്കുന്നു വിചാരിക്കുന്നില്ല, ഞാൻ ഇനി വരുന്നുണ്ടാവില്ല. ഓ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അരെ ഭഗവാനെ. അപ്പൊ അദ്ദേഹം അവിടെ വെണ്ണകൃഷ്ണനെ പ്രതിഷ്ഠിച്ചു, ഭഗവാൻ അവിടെ വന്നു എന്നാണ് കഥ. ഇതൊക്കെ ആ ലാളിത്യത്തോടും സാരല്യത്തോടും ആത്മാർത്ഥതയോടും അതിൻ്റെ ലളിതമധുരമായ മലയാളത്തോടും 16-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണെന്ന് തോന്നില്ല. നമ്മളെപ്പറ്റി എഴുതിയ എന്താ? സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു, നാണം കെട്ടു, നടക്കുന്ന ഇത് വെച്ചില്ല. അതിനെ പറ്റിയാ എന്നെ പറ്റിയാന്നാ എൻ്റെ വിചാരം. നിങ്ങൾക്ക് എന്തെങ്കിലും വാതിലുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിയാന്ന് വിചാരിച്ചോളൂ കേട്ടോ. അത് അടുത്തുള്ള ആളെ പറ്റിയാന്ന് വിചാരിച്ചാൽ വളരെ സൗകര്യമുണ്ട്. നമ്മളങ്ങനെ വിചാരിക്കുക. അതിപ്പോൾ എഴുത്തച്ഛൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പൂന്താനം എങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊരു അതൊക്കെ നമ്മൾ അയൽക്കാരനെ പറ്റിയാന്ന് വിചാരിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് പൂന്താനത്തെ എങ്ങനെയാണ് ഇടയ്ക്കയുടെ കൂടെ വായിക്കുക എന്ന് പൊതുവാൾ നമുക്ക് കാണിച്ചു. ഇവരൊക്കെ സത്യസന്ധമായി ആത്മാർത്ഥമായി ജീവിച്ചു. ആ ഭക്തിയെപ്പറ്റി ഇപ്പം ഞാനൊരു ഭക്തിയുള്ള ആളല്ല കേട്ടോ, ഞാനൊരു ഈശ്വരനെ ആരാധിക്കുന്ന ആളല്ല. പക്ഷേ എനിക്ക് എന്താണ് പൂന്താനം പറയുന്നത് എന്ന്, അല്ലെ പൊതുവാൾ എങ്ങനെയാണ് പാടുന്നത് എന്ന് തിരിയും എന്ന് വിചാരിക്കുന്ന ഒരു ചെറിയ ആസ്വാദകൻ മാത്രമാണ് ഞാൻ. ആ ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരെയൊക്കെ നമസ്കരിക്കുന്നു. ഈ മലയാളത്തോടും പ്രത്യേകിച്ച് അവിടുത്തെ അടിയാളരോടും അവിടുത്തെ ദരിദ്രരോടും അസംഘടിതരോടും അവരുടെ കലാപ്രകടനോടും നിങ്ങൾ കാണിക്കുന്ന ബഹുമാനത്തെ ഞാൻ എല്ലാ മലയാളികൾക്കും വേണ്ടി 2 കൈയും ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നു. ഗാന്ധിയോട് ചോദിച്ചു എങ്ങനെയാ തെറ്റും ശരിയും തിരിച്ചറിയാം? എങ്ങനെയാണ് ധർമ്മവും അധർമ്മവും തിരിച്ചറിയാം? എന്താണ് പുണ്യം, എന്താണ് പാപം എന്ന് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. ഗാന്ധി 1 മിനിറ്റ് കളയാതെ പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ്റെ മുഖം ഓർമ്മിക്കുക. എന്നിട്ട് നിങ്ങൾ പറയാനോ പ്രവർത്തിക്കാനോ എഴുതാനോ പോകുന്നത് അയാൾക്ക് ഗുണകരമാണെങ്കിൽ അത് ചെയ്തോളാം. അതാണ് പുണ്യം, അതാണ് ധർമ്മം, അതാണ് ശരി. മറ്റത് പാപമാണ്, അധർമ്മമാണ്, തെറ്റാണ്. അപ്പോൾ കലയിലും ഇത് ബാധകമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. തീർച്ചയായിട്ടും പുണ്യപാപങ്ങളുടെ, ശരിതെറ്റുകളുടെ, ധർമാധർമ്മങ്ങളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സങ്കടങ്ങളാണ് എന്ന തിരിച്ചറിവിലാണ് ഈ പാട്ടോളം പ്രവർത്തിക്കുന്നത്. ഞാൻ അതിനെ ഒരിക്കൽ കൂടി നമസ്കരിക്കുന്നു.